ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ചട്ടി അടുപ്പിൽ വയ്ക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടിയിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. സവാളയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇളക്കി നല്ലതുപോലെ വാടി വരുമ്പോൾ നമുക്ക് ചിക്കൻ കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴറ്റിയെടുത്താലേ നമുക്ക് ചിക്കൻ കറിക്ക് നല്ല രുചി കിട്ടുള്ളൂ. അതുകൊണ്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക സവാള. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ പിരിയമുളകും, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഗരം മസാല നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ചിക്കൻ കറിക്ക് ആവശ്യമായ ഗ്രേവി വേണ്ടുന്നതിന് നമുക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത ചിക്കൻ വേവാനായിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഒരു വാട്ടിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. രുചികരമായ നാടൻ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്.
അത് നമുക്ക് ചോറിനും അപ്പത്തിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയതാ. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായാൽ കമന്റ് ചെയ്യുക.